ഈശോയിലെ ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ്റെ സാന്നിധ്യമെന്ന ഈ ദൈവിക ശുശ്രൂഷയിലെ വീണ്ടും നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ അവസരമൊരുക്കുന്ന നല്ല ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് ഞാൻ കൃതജ്ഞതയും കടപ്പാടും സ്തോത്രവും രേഖപ്പെടുത്തുന്നു. മെത്രാൻ എന്ന എൻ്റെ ശുശ്രൂഷയിലെ ഒരുപാട് തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിൻ്റെ നടുവിലാണ് ഞാൻ. എങ്കിലും ആഴ്ചയിൽ 2 ദിവസം, പ്രത്യേകിച്ച് ചൊവ്വയും വെള്ളിയും സന്ദർശകർക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തുടങ്ങി സന്ദർശകരാണ്. സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാറില്ല. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ, ചിലരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങൾ. ശാന്തമായിട്ട് കേൾക്കുക, അവരെ ആശ്വസിപ്പിക്കുക, അവരോട് കാരുണ്യം കാണിക്കുക. ഒരിക്കലേ ഒരു പറ്റ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഒരു മെത്രാൻ എന്ന നിലയിലെ അഭിമന്യ പിതാവിൽ നിന്ന് ദൈവജനം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ ജനത്തോട് അനുകമ്പ കാണിക്കുന്നതാണ്. ജനത്തോട് കാരുണ്യം കാണിക്കണം. ഈ സന്ദർശക ദിവസം കഴിയുമ്പോഴൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു ചിന്തയുണ്ട്. ദൈവമേ, നമ്മുടെ മനുഷ്യർക്ക് എന്തുമാത്രം പ്രശ്നങ്ങളാണ്. അവരോട് കരുണ കാണിക്കാനായിട്ട് നീ എന്നെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പഠിപ്പിക്കുന്നതിനെ ഓർത്ത് നിനക്ക് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന സുവിശേഷ പാഠം മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 30 തുടങ്ങി 44 വരെയുള്ള തിരുവചനങ്ങൾ. ഈ തിരുവചനങ്ങളിലെ പ്രധാന മർമ്മ ബിന്ദു തമ്പുരാന് ജനത്തോട് തോന്നിയ അനുകമ്പയാണ്. സുവിശേഷത്തിൽ എടുത്തു പറയുന്ന, അവന് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാത്ത വിധത്തിലെ ആളുകൾ അവനെ തിക്കി തിരക്കി അവന് ചുറ്റും കൂടി. അവസാനം ഈ ജനക്കൂട്ടത്തോട് അവന് തോന്നിയ വികാരം 6-ാമത്തെ അധ്യായത്തിലെ 34-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു. ആ ജനത്തോട് അവന് അനുകമ്പ തോന്നി. ഒരുപക്ഷെ ഈ സുവിശേഷ ഭാഗത്തിൽ നിന്ന് കൂടുതൽ ധ്യാനപൂർവം പഠിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ചില ഉൾക്കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ട്. അവൻ അനുകമ്പ തോന്നുമ്പോൾ എന്താണ് അവൻ നമുക്ക് വേണ്ടി ചെയ്യുന്നത്? എപ്പോഴും നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ്, കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളോട് അലിവ് കാണിക്കണമേ, ഞങ്ങളോട് ദയ തോന്നണമേ. ഈ പ്രാർത്ഥന തമ്പുരാൻ കേൾക്കുന്നു. അതിൻ്റെ ഉത്തരവാണ് ഇന്നത്തെ സുവിശേഷം. അവനെ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് കരുണ തോന്നി, അവരോട് അനുകമ്പ തോന്നി, അവന് അലിവ് തോന്നി. എന്താണ് ഈ അലിവ് തോന്നുക എന്ന ഈ പ്രയോഗം കൊണ്ട് കർത്താവ് അർത്ഥമാക്കുന്നത്? നമ്മൾ പലപ്പോഴും അലിവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, കരുണയ്ക്ക് വേണ്ടി കേഴുന്നവരാണ്. പക്ഷെ കർത്താവ് കരുണ കാണിക്കുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുക? ഒന്നാമതായിട്ട് ഈ കരുണ തമ്പുരാൻ നമുക്ക് നൽകുന്നത് നാം ഇടയനില്ലാത്ത ആടുകളായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവന് കരുണ തോന്നിയത്. ഇടയനില്ലാത്ത ആടുകളെ പോലെ അവൻ തൻ്റെ ചുറ്റും കൂടിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോടാണ് അവൻ അനുകമ്പ തോന്നിയത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇടയനില്ലാത്തൊരവസ്ഥയിലാകുമ്പോഴാണ് ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത്. ഇടയനില്ലാത്ത അവസ്ഥ എന്ന് ഞാൻ പറയാം. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലെ 1 തുടങ്ങിയുള്ള തിരുവചനങ്ങൾ, 20 വരെയുള്ള തിരുവചനങ്ങൾ മുഴുവൻ ഇടയ ദൗത്യത്തിന്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ ആടുകളെ അറിയുന്നു, ഞാൻ എൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു, ഞാൻ എൻ്റെ ആടുകൾക്ക് വാതിലാകുന്നു.
മുറിവേറ്റതിനെ ഞാൻ വെച്ചു കെട്ടുന്നു. കാണാതെ പോയത് ഞാൻ തേടി കണ്ടെത്തി തോളിലേറ്റി തിരിച്ചു കൊണ്ടുവരുന്നു. ഞാൻ അവർക്ക് ജീവനാകുന്നു. ഞാൻ എൻ്റെ ജീവൻ മുഴുവൻ അവർക്ക് ജീവൻ നൽകുന്നതിനു വേണ്ടി സ്വയം സമർപ്പിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉടമസ്ഥനില്ല എന്നുള്ള ഒരു തോന്നൽ, അതാണ് ഇടയനില്ലാത്തൊരവസ്ഥ. എനിക്കാരുമില്ല, ഞാൻ ആരുടേതുമല്ല, ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ഒരുപക്ഷെ അങ്ങനെയുള്ള മാനുഷിക വികാരങ്ങൾ, മാനസിക അവസ്ഥയുള്ളവരുടെ ഇടയിലാണ് കർത്താവ് കണ്ണുകൾ ഉയർത്തി എല്ലാവരെയും നോക്കിക്കണ്ടിട്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും തൻ്റെ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എനിക്ക് നിങ്ങളോട് അനുകമ്പ തോന്നുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ തിരിച്ചറിയുന്ന ഒരു തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ എവിടെയാണെങ്കിലും തൻ്റെ ശിരസ്സുയർത്തി നിങ്ങളെ നോക്കിക്കാണുവാനും നിങ്ങളെ സ്വന്തമാക്കുവാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ നെഞ്ചിലേറ്റാനും കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും മൗലികമായിട്ടുള്ള നന്മ. ഒരുപക്ഷെ സങ്കീർത്തനം 23 നല്ല ഇടയന്റെ സങ്കീർത്തനമാണ്. ഇത്ര മനോഹരമായിട്ടുള്ള സങ്കീർത്തനം. എനിക്ക് തോന്നുന്നു ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങളിൽ ഏറ്റവും ദൈവശാസ്ത്രപരമായിട്ട് അർത്ഥവത്തായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് 23. ഞാൻ എൻ്റെ ജനത്തെ, എൻ്റെ ആടുകളെ പച്ചയായ പുൽത്തകിടികളിലേക്ക് മേയിക്കും. ഞാൻ അവരെ നീല ജലാശയത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ ആകുലതയും അസ്വസ്ഥതയുമുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ദൈവം നിങ്ങളെക്കാൾ കൂടുതൽ പര്യാകുലനാണ്. നിങ്ങളുടെ വേദനകളിലെ, നിങ്ങളുടെ ദുഃഖങ്ങളിലെ, നിങ്ങളുടെ നിരാശകളിലെ, നിങ്ങളുടെ സങ്കടങ്ങളിലെ, നിങ്ങളുടെ തകർച്ചകളിലെ ദൈവം നിങ്ങൾ ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് അനുകമ്പ കാണിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രം മറക്കരുത്. എൻ്റെ തമ്പുരാൻ എന്നോട് അനുകമ്പ കാണിക്കുന്നു, എൻ്റെ തമ്പുരാൻ എന്നോട് കരുണ കാണിക്കുന്നു. അവൻ അലിവുള്ളവനാണ്, കാരണം എന്നെ അവൻ അറിയുന്നവനാണ്. എന്നെ പേര് ചൊല്ലി വിളിക്കാൻ മാത്രം എന്നെ അവനെ പൂർണ്ണമായിട്ട് അറിയാം. എൻ്റെ രോമകൂപങ്ങൾ വരെ തിരിച്ചറിയുന്നവനാണ് അവൻ. എൻ്റെ സർവ്വ പ്രതിസന്ധികളെയും ഞാൻ എത്ര ഒളിച്ചു വെക്കാൻ നോക്കിയാലും അവനത് തിരിച്ചറിയും. ഒരുപക്ഷെ യോഹന്നാന്റെ സുവിശേഷത്തിലെ ബെത്സൈദ കുളക്കരയിലെ കിടക്കുന്ന തളർവാദ രോഗി ഒരിക്കലും കർത്താവിനോടൊന്നും ആവശ്യപ്പെട്ടില്ല. കർത്താവാണ് അവനോട് ചോദിച്ചത്, നിനക്ക് സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ എന്ന്. അവന്റെ മനസ്സിലെ വർഷങ്ങളായിട്ട് അവൻ കൊണ്ടു നടക്കുന്ന ഒരിക്കലും ഒടുങ്ങാത്തൊരാശ, ഒരിക്കലും സാധിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരു മോഹം, ആ മോഹത്തിന്റെ നടുവിലേക്കാണ് കർത്താവ് കടന്നു ചെന്നിട്ട് അവനോട് ചോദിച്ചത്, നിനക്ക് സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ രാത്രി നമുക്ക് പ്രത്യാശയുടെ രാത്രിയാകട്ടെ. ഇത് നമുക്ക് പ്രത്യാശയുടെ പ്രഭാതമാകട്ടെ. ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ വലിയ സന്ദേശം, അവൻ അനുകമ്പ കാണിച്ചപ്പോൾ അപ്പസ്തോലന്മാരോടൊപ്പം എല്ലാവരോടും പറഞ്ഞ ഒറ്റ കാര്യം എന്താണെന്നറിയാമോ? നമുക്ക് മറുകരയിലേക്ക് പോകാം, അവിടെ ഒരു വിജനസ്ഥലമുണ്ട്, നമുക്കവിടെ വിശ്രമിക്കാം. എത്ര മനോഹരമായിട്ടുള്ള 3 പ്രയോഗങ്ങളാ. നമുക്ക് മറുകരയിലേക്ക് പോകാം, അവിടെ വിജനമായ ഒരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെ വിശ്രമിക്കാം. സ്നേഹമുള്ളവരെ, മനുഷ്യ ജീവിതമൊക്കെ മറുകരയിലേക്കുള്ള വലിയ യാത്രയാണ്. മാരാമൺ കൺവെൻഷൻ വളരെ പ്രതീകാത്മകമാണ്. ഞാനൊരു പ്രാവശ്യം പോയി സംബന്ധിച്ചപ്പോൾ പമ്പ നദിയുടെ മറുകരയിലേക്കുള്ള ഒരു യാത്രയാണ് സുവിശേഷ കൺവെൻഷൻ നടക്കുന്ന മണൽപ്പുറം. ഇക്കരെ നിന്ന് അക്കരയിലേക്ക് കടക്കുക. ഒരുപക്ഷെ നമുക്ക് മറുകരയിലേക്ക് പോകാം. സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങൾ, അനുകമ്പ എന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട്. കർത്താവ് നമ്മളോട് അനുകമ്പ കാണിക്കുമ്പോൾ നമ്മുടെ യാത്ര ഒരു മറുകരയിലേക്കുള്ള യാത്രയാണെന്നുള്ള തിരിച്ചറിവാണ്. നമുക്കൊരു മറുകരയിൽ ചെല്ലാനുണ്ട്. ഈ ലോകത്തിലെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്താണെന്നറിയാമോ? ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് കടക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ പരിവർത്തനമുണ്ടെന്നുള്ള ആശ്വാസമാണ്.
ഈ യാത്ര ഇക്കര കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇക്കരെ നിന്ന് നമ്മൾ അക്കരയിലേക്ക്, ഈ ഭൂമിയിലെ ഊഷരവാസം, ഈ ഭൂമിയിലെ കുടികിടപ്പ് അത് അവസാനിപ്പിച്ച് മറുകരയിലേക്ക് എത്തിപ്പെടാനുള്ളവരാണെന്നുള്ള വലിയ തിരിച്ചറിവ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നമുക്ക് അക്കരെ പോകാം. എന്നിട്ട് സുവിശേഷം വളരെ ഭംഗിയായിട്ട് പറയുന്നു, ഒരു തോണിയിൽ അവൻ എല്ലാവരെയും കയറ്റി അക്കരയിലേക്ക് പോയി. ആ തോണിയിലെ കയറ്റി അക്കരയിലേക്ക് അവൻ എല്ലാവരെയും കടത്തി. ഒരുപക്ഷെ സഭ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ തോണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സഭ എല്ലാവരെയും അക്കരയിലേക്ക് കടത്തുകയാണ്. ഞാനും നിങ്ങളൊക്കെ അക്കരയിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. പറുദീസായുടെ തീരത്തിലേക്ക്, പരദേശത്തിന്റെ തീരത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് അക്കരയിലേക്ക് പോകാൻ നമുക്ക് ഒരുങ്ങണം. ഒരുപക്ഷെ വിശുദ്ധനായ അഗസ്തീനോസ് എപ്പോഴും പറയുന്ന ഒരു ചിന്തയുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം ആവർത്തിച്ച് പങ്കുവെക്കുന്ന ഒരു ചിന്തയുണ്ട്. മനുഷ്യ, നീ നിന്റെ മരണത്തെക്കുറിച്ച് ഓർത്താൽ നീ പിന്നെ പാപം ചെയ്യില്ല. ഞാൻ നാളെ മരിക്കുമെന്ന് എനിക്കുറപ്പാണെങ്കിലേ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ സകല മുക്കും കോണും അടിച്ചു തൂത്തുവാരി ഞാൻ ജാഗ്രതയോടുകൂടെ കാത്തിരിക്കും. അതുകൊണ്ട് നമുക്ക് അക്കരയിലേക്കുള്ള ഒരു പ്രയാണത്തിലാണെന്നുള്ള തിരിച്ചറിവ്, അത് അനുകമ്പയാണ്. അതാണ് കർത്താവ് നമ്മോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനുകമ്പ. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, നിങ്ങൾ പലരും പരദേശത്തെക്കുറിച്ചോ പരലോകവാസത്തെക്കുറിച്ചോ വിശ്വസിക്കാത്തവരാകാം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ് ഈ ലോക ജീവിതം ജഡബദ്ധമാണ്, അത് നൈമിഷികമാണ്, അത് നീർക്കുമളയാണ്. അതിനപ്പുറത്ത് ഒരു ജീവിതം ഉണ്ടെന്ന് തിരിച്ചറിയുക. അതാണ് തമ്പുരാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുകമ്പ. അവിടെ ഒരു വിജനസ്ഥലമുണ്ട്. ഈ വിജനസ്ഥലം എന്ന പ്രയോഗം ബൈബിളിൽ വളരെ വളരെ അർത്ഥസാന്ദ്രമായിട്ടുള്ള ഒരു പ്രയോഗം. വിജനസ്ഥലം. വിജനസ്ഥലം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാടും പടലും പിടിച്ച് ആരും കൃഷി ചെയ്യാത്ത, ആർക്കും വേണ്ടാത്തൊരു ഭൂമിയാണെന്നുള്ള ധാരണയാണോ? അല്ല. മരുഭൂമി, മലമുകള് എന്നൊക്കെ പറയുമ്പോൾ ബൈബിളിൽ അർത്ഥമാക്കുന്നത് ദൈവം മാത്രം വസിക്കുന്ന സ്ഥലം എന്നാണ്. അതാണ് വിജനസ്ഥലം. അതിന്റെ വിജനത എന്ന് പറയുന്നത് അവിടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഏകാഗ്രത, സാന്നിധ്യത്തിന്റെ പവിത്രത. ഒരുപക്ഷെ അതുകൊണ്ടാണ് മോശ വിളിച്ചു പറഞ്ഞത്, ആ സ്ഥലം പരിശുദ്ധമാണ്, മോശ നീ അടുത്തു വരരുത്, ഇത് ദൈവം വസിക്കുന്ന സ്ഥലമാണ്, ഇത് പവിത്രമായ സ്ഥലമാണ്. ദൈവത്തിന്റെ ദർശനം കിട്ടിയ എല്ലാ ദൈവദാസന്മാരും ബൈബിളിൽ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു സ്ഥലമുണ്ട്, എപ്പോഴും പറയുന്ന ഒരു സംഗീതം, ഞാൻ എത്രയോ ദുർഭകനായ മനുഷ്യൻ, ഇത് ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് പരിശുദ്ധമായ ഒരു സ്ഥലം, എനിക്കങ്ങ് അടുക്കാൻ പറ്റുകയില്ല. ഒരുപക്ഷെ ടു ബി എലോൺ വിത്ത് ദി എലോൺ, അതാണ് ഈ വിജനസ്ഥലം. ഏകനായിരിക്കുന്നവന്റെ കൂടെ ഏകാന്തതയിലും ഏകാഗ്രതയിലും വസിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ കാണാൻ സാധിക്കൂ. അതാണ് വിജനസ്ഥലം. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വ്യഗ്രതകൾ എനിക്കുണ്ട്, നമുക്കൊക്കെ വ്യഗ്രത. പലപ്പോഴും നമുക്ക് ഈ സുവിശേഷത്തിന്റെ പശ്ചാത്തലം തന്നെ കാണാം. ഒന്നിനും നേരമില്ലാത്ത ആളുകളുടെ നടുവിലാണ് ഈ വാക്കുകൾ കർത്താവ് സംസാരിക്കുന്നത്. ഒന്നിനും നേരമില്ലാത്ത ആളുകൾ, അവർക്ക് ഭക്ഷണം കഴിക്കാൻ നേരമില്ല, അവർക്ക് സംസാരിക്കാൻ നേരമില്ല, സ്വസ്ഥമായിട്ട് ഇരിക്കാൻ നേരമില്ല, ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും നേരമില്ല. ഞാൻ ചിലപ്പോഴൊക്കെ സങ്കടം പറയാറുണ്ട്. എന്തുമാത്രം സാമ്പത്തിക സുസ്ഥിതിയുള്ള ആളുകളാണെന്നറിയാമോ? ഒരു നല്ല സുഖനിദ്ര കിട്ടാൻ 100 രൂപയുടെയും 200 രൂപയുടെയൊക്കെ മരുന്ന് കഴിക്കുന്നവർ, മരുന്ന് കഴിച്ചുറങ്ങുന്ന മനുഷ്യരുണ്ട് ഈ ലോകത്തിൽ. നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ദൈവം നമുക്ക് നൽകുന്ന ഒരു വലിയ സംരക്ഷണമുണ്ട് സഹോദരങ്ങൾ, നമ്മളത് തിരിച്ചറിയണം. മൂന്നാമതായിട്ട് പറയുന്നു, നമുക്ക് വിശ്രമിക്കാം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന എൻ്റെ ശ്രോതാക്കളെ, നമുക്കൊരുപാട് വിശ്രമത്തിൻ്റെ കുറവുണ്ട്. പക്ഷെ മനുഷ്യൻ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന വിശ്രമമൊക്കെ തലതിരിഞ്ഞ അവതാളം പിടിച്ച വിശ്രമങ്ങളാണെന്ന് മാത്രം. ഞാൻ ചിലപ്പോഴൊക്കെ കാണാറുണ്ട്, ഹർത്താൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. നമ്മുടെ നാടിനെ പോലെ ഹർത്താൽ ആഘോഷിക്കുന്ന ആളുകൾ ആരാ ഉള്ളത്? പക്ഷേ ഹർത്താൽ ആഘോഷിച്ചിട്ട് പോയതിനേക്കാൾ കൂടുതൽ അസ്വസ്ഥനായിട്ടും അനാരോഗ്യവാനായിട്ടും ജീവിതത്തിൽ താളം തെറ്റിയും തിരിച്ചു വരുന്ന ആളുകളുണ്ട്. വിശ്രമം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഭാരങ്ങൾ ഇറക്കി വെക്കാൻ കഴിയുന്ന സ്ഥലമാണ്. എൻ്റെ ഭാരം എനിക്ക് നഷ്ടപ്പെടുന്നതാണ് വിശ്രമം. തമ്പുരാന്റെ കരങ്ങളിൽ മാത്രമേ എൻ്റെ ഭാരം ഇറക്കി വെച്ചിട്ട്
എനിക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് തമ്പുരാൻ തന്നെ, യേശു തമ്പുരാൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ, നിങ്ങളിൽ അധ്വാനം ഉള്ളവരെ, നിങ്ങൾ ഭാരം വഹിക്കുന്നവരെ, നിങ്ങൾ വരിക എൻ്റെ അടുക്കലേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാനാണ് നിങ്ങളുടെ ആശ്വാസം. നിങ്ങൾ തിരിച്ചറിയുക, വേറെ ഒരിടത്തും നമുക്ക് ആശ്വാസം കിട്ടുകയില്ല. മൂന്നാമതായിട്ട് അനുകമ്പയുടെ ഒരു ലോകത്തെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ കർത്താവ് നമ്മോട് പറയുന്ന ഒരു വചനമുണ്ട്. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിച്ചു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിച്ചു. പഠിപ്പിക്കുക എന്ന വാക്കിനൊരു അർത്ഥമുണ്ട്. പഠിപ്പിക്കുക എന്ന വാക്കിന്റെ സത്യത്തിലുള്ള അർത്ഥം എൻ്റെ കൺഫ്യൂഷൻസ് ഒക്കെ തമ്പുരാൻ തീർത്തു തരിക എന്നുള്ളതാണ്. എന്താണ് കൃത്യമായിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന പ്രക്രിയയ്ക്കാണ് പഠിപ്പിക്കുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. നമ്മൾ പോകുന്ന വഴിയും ലക്ഷ്യവും നമുക്ക് കൃത്യമല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ ഒരു സുഖമില്ല. ഇടയ്ക്കിടയ്ക്ക് നിർത്തും നമ്മൾ. ഓരോ ഡൈവേർഷൻ വരുമ്പോൾ ചോദിക്കും, ഇങ്ങോട്ടാണ് തിരിയേണ്ടത്, അങ്ങോട്ടാണ് തിരിയേണ്ടത്. വലിയ ശല്യമാണ്, എന്തൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് യാത്ര ചെയ്യേണ്ട ലക്ഷ്യത്തെ സംബന്ധിച്ച് കൃത്യതയുള്ള അറിവ്, ഇത് തമ്പുരാന്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. പരിശുദ്ധ മറിയം വളരെ വളരെ അസ്വസ്ഥതയായിരുന്നു. അങ്ങനെ തന്നെയാണ് സുവിശേഷത്തിൽ മറിയം അവതരിപ്പിക്കുന്നത്. മാലാഖയുടെ വാക്കുകൾ കേട്ട് അവൾ അസ്വസ്ഥചിത്തയായി. മാലാഖ പറഞ്ഞു, ഒന്നും അവൾക്ക് മനസ്സിലായില്ല. ഇതെങ്ങനെ നടക്കുന്ന അവൾക്ക് ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ആത്മാവിന് വിട്ടുകൊടുത്തപ്പോൾ അവൾ എടുത്ത ഒരു തീരുമാനമുണ്ട്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. ദൈവം പഠിപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനുകൂല്യം എന്താണെന്നറിയാമോ? നമ്മുടെ തീരുമാനങ്ങളെ സംബന്ധിച്ച കൃത്യതയും വ്യക്തതയുമാണ്. എന്താണ് ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്, എന്താണ് ദൈവം എന്നിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിപൂർണമായിട്ട് എന്നെ വിട്ടുകൊടുക്കാനുള്ള എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ. ഇന്നത്തെ മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയാമോ? അവർക്ക് അറിവുണ്ട്, പക്ഷെ തിരിച്ചറിവില്ല. അറിവുണ്ട്, എല്ലാവർക്കും അറിവുണ്ട്. പക്ഷേ ഈ അറിവ് എങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഉപയോഗിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവ് നമുക്കില്ല. ഒരുപക്ഷെ ദൈവം നമ്മോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനുകമ്പ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ അറിവ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവ തിരുമനസ് പ്രകാരം നിർവഹിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ എന്നോട് കരുണ കാണിക്കണേ, ദൈവമേ എന്നോട് അനുകമ്പ കാണിക്കണേ, ദൈവമേ എന്നോട് അലിവ് തോന്നണേ. തമ്പുരാൻ നമ്മുടെ അലിവുള്ളവനാണ്. ഒന്ന്, അവിടുന്ന് നമ്മളെ തിരിച്ചറിയുന്നു. അവിടുന്ന് നമ്മുടെ ഉടമസ്ഥനാണ്, നമ്മുടെ ഉടയവനാണ്. നമ്മെ അവിടുത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ട്, അവിടുന്ന് നമ്മെ തോണിയിൽ കയറി മറുകരയിലേക്ക് ക്ഷണിക്കുന്നു. വിജനസ്ഥലത്ത് അവനോടുകൂടെ ഏകാന്തമായിട്ട് ഏകാഗ്രമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഭാരങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ തകർച്ചകളൊക്കെ നമ്മുടെ കാൽപാദങ്ങളിൽ ഇറക്കി വെക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. ശാന്തമായിട്ട് കേൾക്കുക. അവൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ആ പഠനം നിങ്ങൾക്ക് നൽകുന്ന ഉൾക്കാഴ്ചകൾ അത് ദൈവത്തിൻ്റെ തിരുമനസ്സാണ്. ആ തിരുമനസ് നിങ്ങൾ കീഴ്വഴങ്ങൂ. അപ്പോഴവനെല്ലാം ഏറ്റെടുക്കുന്നവനാകും. കർത്താവിൻ്റെ കാരുണ്യവും കൃപയും നിങ്ങൾക്ക് ലഭിക്കട്ടെ. ആമേൻ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. താഴ്മയായി വന്നിതാ നിൻ സന്നിധിയിൽ, പാപിയാം എന്നെ നീ സ്വീകരിക്കണമേ. മനസ്സിലെ മുറിവുകൾ സൗഖ്യമാക്കണേ നാഥ. പാപിയാം എന്നെ നീ സ്വീകരിക്കണമേ.
കർത്താവിന്റെ പരിശുദ്ധമായ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. ഏറെ സ്നേഹ ബഹുമാനപ്പെട്ട തട്ടിൽ പിതാവിലൂടെ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തന്റെ മനസ്സലിവിനെ കുറിച്ച്, തന്റെ മുൻപിലുള്ള വിശ്രമത്തെക്കുറിച്ച്, നമ്മളെ കൂട്ടിക്കൊണ്ടുള്ള അക്കരയ്ക്കുള്ള യാത്രയെക്കുറിച്ചെല്ലാം നമുക്ക് ഏറെ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇതെല്ലാം ദൈവം നമ്മോട് കാണിക്കുന്ന മനസ്സലിവാണ്. എത്രമാത്രം നന്മകളും അനുഗ്രഹങ്ങളുമാണ് കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ ഈ ആരാധന നിമിഷങ്ങളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നാളിതുവരെ നൽകിയ സകല നന്മകളെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഏറെ ആനന്ദത്തോടെ കർത്താവിന്റെ മുൻപിൽ നമ്മുടെ സ്നേഹത്തെ നമുക്ക് പകരാം. കർത്താവ് നമ്മളോട് കാണിച്ച ഈ കാരുണ്യത്തെ ഓർത്ത്, മനസ്സലിവിനെ ഓർത്ത് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കാം. ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിലൂടെ ദൈവാത്മ നമ്മളെ പഠിപ്പിച്ചു. കർത്താവിന്റെ വചനത്തിന്റെ അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിൽ വിടുതലായി മാറുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അനുഗ്രഹമായി ഒഴുകപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇരുകരങ്ങളും തിരുവോസിയിലേക്ക് പുറമായും യാചന രൂപത്തിൽ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. യേശു നമ്മുടെ വിശ്രമ സങ്കേതമായി മാറട്ടെ. നമ്മുടെ ഭാരങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും ഉത്കണ്ഠകളെല്ലാം ഇറക്കി വയ്ക്കുന്ന ഒരു അത്താണിയായി കർത്താവിനെ കണ്ടുകൊണ്ട്, അവനാണ് നമ്മുടെ റെസ്റ്റിംഗ് പ്ലേസ്. കർത്താവ് നമ്മുടെ വിശ്രമ സ്ഥലമാണ്. കർത്താവേ, ഈ സമയം നീ അനേകരെ തൊടണമേ. നിന്റെ മുൻപിൽ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന, വിശ്വാസത്തോടെ കടന്നു വന്നിരിക്കുന്ന അനേകം ജീവിതങ്ങളെ കർത്താവെ സ്പർശിക്കണമേ. ഒരുപാട് കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവ് ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് കരങ്ങൾ നീട്ടി അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്യണമേ. ഇരുകരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് പൂർണ്ണമായി നമുക്ക് ഉയർത്തിപ്പിടിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഇത് കർത്താവ് ഇടപെടുന്ന സമയമാ. അത് നിത്യതയെക്കുറിച്ചുള്ള ദർശനത്തിലേക്ക് വരാം. ഈ ആരാധന നിമിഷങ്ങളിൽ നുറുക്കത്തോടെ പ്രാർത്ഥിക്ക്, നിലവിളിച്ച് പ്രാർത്ഥിക്ക്. കർത്താവെ, നിത്യതയെക്കുറിച്ചുള്ള ദർശനത്തിൽ ഞങ്ങളെ വളർത്തണമേ. നിത്യജീവന്റെ അനുഭവത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ നീ ഒരുക്കണമേ, പ്രാപ്തമാക്കണമേ. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ വിളിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വന്നിതാ നിൻ സന്നിധിയിൽ പാപിയാം എന്നെ നീ സ്വീകരിക്കണമേ. മനസ്സിലെ മുറിവുകൾ സൗഖ്യമാക്കണേ നാഥ. മനസ്സിലെ മുറിവുകൾ സൗഖ്യമാക്കണേ നാഥ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കർത്താവേ, അങ്ങയുടെ മനസ്സലിവ് വെളിപ്പെടുത്തണമേ, കാരുണ്യം വെളിപ്പെടുത്തണമേ, അവിടുത്തെ കരുണ വെളിപ്പെടുത്തണമേ. ആരാധന, ആരാധന, ആരാധന. കർത്താവേ, ഇപ്പോൾ ഈ ആരാധന ശുശ്രൂഷ പങ്കെടുക്കുന്ന സകല ജീവിതങ്ങളെയും അങ്ങ് അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് അഭിഷേകമാക്കി മാറ്റണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ.